പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നാം ധാരാളം വചനം കേൾക്കുന്നവരും വചനം വായിക്കുന്നവരും വചനം ധ്യാനിക്കുന്നവരും ആണ്. എന്നാൽ നമ്മിൽ മാനസാന്തരം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? നാം വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. വചന കൂടാരങ്ങളും ബൈബിൾ കൺവെൻഷനുകളും വചനപ്രഘോഷകരും ഇന്ന് ധാരാളമുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാനസാന്തരം ജനങ്ങളിൽ നമ്മിൽ ഉണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് മാറ്റം വരാൻ നാം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ തഴക്ക ദോഷങ്ങളിൽ നിന്ന് നാം നേടിയെടുക്കുന്ന സന്തോഷം, ആ ഒരു സുഖം കളയാൻ നാം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ കഴിയാതെ വരുന്നത്. യെശയ്യാ 66:2 ആരെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്? കർത്താവ് അരുളി ചെയ്യുകയാണ്, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. നാം പലപ്പോഴും വചനം കേൾക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്, എനിക്ക് പുതുതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു അഹങ്കാര ചിന്തയോടെയാണ് നാം ഇരിക്കാറ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകുമ്പോഴാണ് കർത്താവിൻ്റെ കടാക്ഷവും കൃപയും നമുക്ക് ലഭിക്കുക. വചനം ദൈവം തന്നെ ആയതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ വിലയിരുത്തണം. നമ്മുടെ ജീവിത രീതി എപ്രകാരമാണ്, അത് വചനമനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് സ്വയം ആത്മശോധന ചെയ്താൽ നമ്മിൽ അനുതാപമുണ്ടാകും. ദൈവം തൻ്റെ വചനം നൽകിയിരിക്കുന്നത് നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനും ദൈവത്തിൻ്റെ നീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുമ്പോൾ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുമാണ് നമുക്ക് ദൈവം വചനങ്ങൾ നൽകിയിരിക്കുന്നത്. 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിൽ പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങൾ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു എന്ന്. നാം വചനം സ്വീകരിക്കേണ്ടത് ബുദ്ധിയിലല്ല, ഹൃദയത്തിലാണ്. നാം വചനം പലപ്പോഴും സ്വീകരിക്കുന്നത് ബുദ്ധിയിലാണ്. ബുദ്ധിയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനാണ് നാം ശ്രമിക്കാറ്. പക്ഷേ വചനത്തെ സ്വീകരിക്കേണ്ടത് ഹൃദയത്തിലാണ്. എളിമയോടെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ വചനമുണ്ടായാൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നത്, അധരങ്ങളിൽ നിന്ന് വരുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളായിരിക്കും. നമ്മുടെ നാവിൽ നിന്ന് തിന്മയായിട്ടുള്ളതൊന്നും പുറത്തു വരികയില്ല, സംസാരിക്കുകയോ ഇല്ല. വചനം യേശുവാണ്. വചനം വായിക്കുമ്പോൾ യേശു നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്നതായി നാം മനസ്സിലാക്കണം. എളിമയോടും യേശുവിനെ സ്വന്തമാക്കണമെന്ന ചിന്തയോടും കൂടെ വചനം കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുന്നത്. യോഹന്നാൻ 1:11-12 തിരുവചനങ്ങളിൽ യേശുവിന് മുന്നോടിയായി വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ പറയുന്നു, അവൻ സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നാം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ദൈവമക്കളാകാൻ കഴിവ് ലഭിക്കുന്നത്. യോഹന്നാൻ 1:14 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. നമുക്ക് വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാനായിട്ട് പരിശ്രമിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.